ഇപ്പോൾ PS ജോൺ എൻഡോവ്മെന്റ് പുരസ്കാരം നടൻ മമ്മൂട്ടിക്ക് AK ആന്റണി സമ്മാനിക്കുന്ന ചടങ്ങ് അതിന്റെ തത്സമയം. വളർന്നുകൊണ്ടിരിക്കുന്ന എറണാകുളം പ്രസ് ക്ലബിലെ പഴയ തലമുറയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവരാണ്. പുതിയ രക്തത്തിൽപ്പെട്ട പുതുതലമുറയിൽപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായി വന്ന കാലഘട്ടം മുതൽ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന, കുടുംബ ബന്ധമുണ്ടായിരുന്ന, സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന ശ്രീ PS ജോണിൻ്റെ സ്മരണ നിലനിർത്താൻ ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയ പ്രസ് ക്ലബിനെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. എറണാകുളം പ്രസ് ക്ലബിന് ഇപ്പോഴത്തെ കെട്ടിടം പോരാ, ഇരിക്കാൻ സ്ഥലമില്ല, പരിപാടി സംഘടിപ്പിക്കാൻ സ്ഥലമില്ല എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല, ഓർത്തു പോവുകയാണ്. പ്രസ് ക്ലബ് ഇല്ലാത്തൊരു കാലം MBK ഷമുള്ളയുടെ സ്റ്റുഡിയോ എറണാകുളം പ്രസ് ക്ലബ്ബായിരുന്നൊരു കാലഘട്ടം. ഞങ്ങളെല്ലാം ന്യൂസ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് കാർബൺ കോപ്പി അടിച്ച് ന്യൂസ് അവിടെ കൊണ്ടിട്ടാവും, അല്ലെങ്കിൽ കേരള ഭൂഷണത്തിൽ അഭ്യസിക്കുന്നതിനോട് കൊണ്ടുപോകും. അവിടെ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് പ്രസ് ക്ലബ് ഉണ്ടായത്. വളർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വളരുന്നു. പ്രസ് ക്ലബ് വളർച്ചയിൽ ഇനിയും മുന്നോട്ട് പോകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു പുതിയ പ്രസ് ക്ലബ് ഉണ്ടാക്കാൻ എത്രയും വേഗം നിങ്ങൾക്ക് സാധിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അത് നിങ്ങളെ സഹായിക്കാൻ അധികാരമുള്ള ചില സുഹൃത്തുക്കളിവിടെ ഉണ്ട്. അവർ കൂടി സഹായിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. വേണം താടി കൈകൊടുത്ത് കൊടുക്കുക. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് PS ജോണിൻ്റെ പേരിലുള്ള അവാർഡ് കേരളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന ശ്രീ മമ്മൂട്ടിക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. PS ജോണിൻ്റെ പേരിലുള്ള അവാർഡ് ആ ചടങ്ങിൽ വീണ്ടും ഞാൻ വരുന്നത് വീണ്ടുമാണ്, ആദ്യമല്ല. വരാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. പ്രസ് ക്ലബിൽ അല്ലെങ്കിലും പുറത്ത് അവിടെ സ്ഥലമില്ലാതെ വന്നു പ്രസ് ക്ലബ്ബുകാരുടെ ഒരു പരിപാടിയിൽ ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിലും സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പറഞ്ഞാൽ പറ്റിയ സ്ഥലം ഇതല്ല, പ്രത്യേകിച്ച് മമ്മൂട്ടിയിലിരിക്കുന്നുണ്ട്. അല്ല ഞാൻ വിവാദത്തിൽ കടന്നേനെ. സ്വാഗത പ്രസംഗം പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. PS ജോൺ മലയാള മനോരമയുടെ എറണാകുളത്ത് പത്രലേഖനായിട്ടാണ് ആദ്യം തുടങ്ങിയത്. ചേട്ടൻ അന്ന് ഇവിടുത്തെ ബ്യൂറോ ചീഫ്, അവിടെ നിന്ന് തുടങ്ങിയാണ് പുള്ളി ഇവിടെ ബ്യൂറോ ചീഫായി. എറണാകുളം ബ്യൂറോ ചീഫ് മാത്രമല്ല, ജോണി ലൂക്കോസേ ഇട്ടുപോയി കേട്ടോ. ശിവായി വന്നുകൊണ്ട് അല്പം ഈ അവാർഡിൻ്റെ പിന്തുടർച്ചക്കാരൻ ജോണിയാണ്. ഇങ്ങനെ പറഞ്ഞു, ജോണിക്കും ധാരാളം അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും മലയാള മനോരമയ്ക്ക് അത്യാവശ്യം പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നുന്ന അന്വേഷണാത്മക റിപ്പോർട്ടുകൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും ആ റിപ്പോർട്ടുകൾ അതിൻ്റെ അതിവേദി കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അവരയക്കുന്നത് PS ജോണിനെയായിരുന്നു. അത് എറണാകുളത്ത് മാത്രമല്ല, മറ്റ് ജില്ലകൾ. PS ജോൺ റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പായി മിനിറ്റുകളും മണിക്കൂറുകളും മാത്രമല്ല പലപ്പോഴും ചെലവഴിക്കുന്നത്, ആഴ്ചകളും
ദിവസങ്ങൾ ചെലവഴിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമെല്ലാം ചില പാർട്ടി സമ്മേളനങ്ങളുടെ അല്ലെങ്കിൽ അതുപോലുള്ള ചില സമ്മേളനങ്ങളുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയി താമസിച്ച് യോഗം നടക്കുന്ന സ്ഥലത്തിൻ്റെ പരിസര പ്രദേശത്ത് ഒളിച്ചിരുന്നുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും കാണാനും ശ്രമിക്കും. അതുപോലെ തന്നെ വാർത്തകൾ കിട്ടേണ്ട സ്ഥലങ്ങളിൽ, പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം സോഴ്സിനെ ഉണ്ടാക്കും. നടന്ന കാര്യങ്ങൾ അതേപടി അദ്ദേഹത്തോട് പറയുന്ന സോഴ്സിനെ അദ്ദേഹം വളർത്തിയെടുക്കും, ബന്ധം സ്ഥാപിക്കും. ഒരു സോഴ്സല്ല, പല സോഴ്സുകൾ തമ്മിൽ പറയുന്നത് കോഴ്സായിട്ട് അദ്ദേഹം നോക്കും, ശരിയാണോ നോക്കും. ഇങ്ങനെ പല വട്ടം അന്വേഷണം നടത്തി പിന്നെയും ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ വെടി പൊട്ടിക്കും പിറ്റേ ദിവസത്തെ മനോരമ ഫ്രണ്ട് പേജിൽ. അങ്ങനെ PS ജോൺ പൊട്ടിച്ച ഒരു വെടിയിൽ പെട്ട വാർത്ത പോലും PS ജോണിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മക റിപ്പോർട്ടുകൾ ഒന്നുപോലും നിഷേധിക്കുവാൻ ഇടയായിട്ടില്ല. അത്രമാത്രം വസ്തുതാപരമായിരുന്നു. അതാണ് പത്രപ്രവർത്തനം. സത്യം തോന്നിയാൽ അത് വിളിച്ചു പറയണം. സത്യം നമസ്കരിക്കരുത്. പക്ഷെ സത്യമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം അന്വേഷിക്കണം, ക്ഷമ കാണിക്കണം. കാരണം എഴുതി വിറ്റ് കഴിഞ്ഞാൽ, ബ്രേക്ക് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. അതുപോലെ PS ജോണിനെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ പത്രപ്രവർത്തകരോട് പറയാനുള്ളത്, ആ തലമുറയിൽപ്പെട്ട പത്രപ്രവർത്തകർ അവർ ആരുടെ മുമ്പിൽ മുട്ടുപടക്കുന്നവരായിരുന്നില്ല. അവരെല്ലാം വളരെ ശക്തമായ വിമർശനം നടത്തുന്ന ആൾക്കാരായിരുന്നു. ഒരുപാട് വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന് പല മുഖംമൂടികളും വലിച്ചെറിഞ്ഞ ആൾക്കാരാണ്. പക്ഷേ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നവർ വളരെ വളരെ ഗ്രഹപാഠം ചെയ്ത് പഠിച്ച് കഷ്ടപ്പെട്ട് ആണ്. അങ്ങനെയുള്ള ഒരു മാധ്യമ സംസ്കാരം ഈ കേരളത്തിൽ വീണ്ടും വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ അത് നാടിന് നല്ലതല്ല. കാരണം ഇത് വളരെ ശക്തമായ ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി വളരെ വലുതാണ്. ആ ശക്തി നാളെയും നിലനിൽക്കണം. മാധ്യമത്തിൻ്റെ ശക്തി ചോർന്നു പോകാൻ പാടില്ല. മറ്റുള്ള ബാഹ്യശക്തികൾ മാധ്യമങ്ങൾക്ക് കൂച്ചുവിടാൻ പാടില്ല, നിയന്ത്രിക്കാൻ പാടില്ല. സ്വയം നിങ്ങൾ തന്നെ കൂടെ ഉണ്ടാക്കണം. ഇതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ഇത് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇന്ന് നമ്മൾ അവാർഡ് കൊടുക്കുന്ന ശ്രീ മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടി വളർന്ന് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായി മാറിയിട്ടുണ്ട്. ഒരു മഹാനടനാണ് അദ്ദേഹം. എങ്ങനെ വിശേഷിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് വാക്കുകൾ വളരെ കുറച്ച് കയ്യിലുള്ള ആളാണ്. എൻ്റെ പല സുഹൃത്തുക്കളെ പോലെ വാക്കുകളിട്ട് അമ്മാനമാടാനുള്ള ഒരു സാമർഥ്യം എനിക്കില്ല. നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു മഹാനടൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോ ഇന്ന് മലയാളം മാത്രമല്ല, കേരളം മാത്രമല്ല, മറ്റു മേഖലയിലേക്കും വളരുന്നു. ആ നിലയിലേക്കുള്ള അംഗീകാരം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ജൈവകൃഷിയെക്കുറിച്ച് പറഞ്ഞു. ഭാഗ്യവശാൽ കേരളത്തിൽ ജൈവകൃഷി ഇന്ന് വളരെ പ്രചാരത്തിലായി വരുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന രോഗങ്ങളിൽ ഭൂരിപക്ഷവും ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. വിഷം കഴിച്ചാണ് മലയാളികൾ കൂടുതലും രോഗികളാകുന്നത്. ആ രംഗത്ത് മമ്മൂട്ടി വർഷങ്ങളായി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സിനിമാ രംഗത്ത് തന്നെ പല സുഹൃത്തുക്കളും കടന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കേരളം ഒട്ടാകെ പാർട്ടികളും മത്സരിച്ച് ആ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാവരും വരുന്നു. അദ്ദേഹത്തിൻ്റെ മൈ ട്രീ ചലഞ്ച് ഇല്ലേ, അത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. എന്നുവെച്ചാൽ പരിസ്ഥിതി രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ അർപ്പണബോധം വളരെ മാതൃകാപരമാണ്.
ഇതിനപ്പുറത്ത് ഇവിടെ പറയാത്തൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒച്ചപ്പാടുണ്ടാക്കാതെ, വാർത്തകൾ സൃഷ്ടിക്കാതെ അദ്ദേഹം ജീവകാരുണ്യ രംഗത്ത് നിശബ്ദമായി അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം കഷ്ടപ്പെടുന്നവരെ, രോഗികളെ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിശബ്ദമായി നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. അതുകൊണ്ട് മമ്മൂട്ടി ഒരു സിനിമാ നടൻ നിലയിൽ, ഒരു മഹാനടൻ നിലയിൽ മാത്രം പ്രശംസ അർഹിക്കുന്നതല്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഈ പൊതുപ്രവർത്തനം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം പൊതുപ്രവർത്തനമാണ്. മമ്മൂട്ടി കേരളത്തിലെ ഒരു നല്ല പൊതുപ്രവർത്തകനാണ് എൻ്റെ അഭിപ്രായം. സാമൂഹിക പ്രതിബദ്ധതയുള്ള, അർപ്പണബോധമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, സാംസ്കാരിക നായകനാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനി ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പ്രധാന കർമ്മരംഗമായ ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് മനസ്സും അതിനുള്ള സമ്പത്തും സാധ്യതകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രവർത്തനം അടുത്തതായി അനുസ്മരണ പ്രഭാഷണമാണ്. മനോരമ ന്യൂസ് ഡയറക്ടർ ശ്രീ യോണി ലൂക്കോസിനെ ഇതിനായി ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട ശ്രീ AK ആൻ്റണി, പ്രിയ സുഹൃത്ത് ശ്രീ മമ്മൂട്ടി, വേദിയിൽ ഉള്ള തോമസ് മാഷ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പ്രസ് ക്ലബ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, ഇന്ന് PS ജോണിനെ കുറിച്ചൊരു അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഞാനെന്നൊന്നും കരുതിയിട്ടല്ല ഞാൻ ഈ ചുമതല ഏറ്റെടുത്തത്. ശ്രീ AK ആൻ്റണിയും മമ്മൂട്ടിയും ഒക്കെയുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവാകേണ്ട എന്ന് തീരുമാനിച്ചത്. ശ്രീ AK ആൻ്റണി പൊതുവെ നിരുപദ്രവിയായ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഏറെ തൂക്കമുണ്ടാവും. കാരണം അദ്ദേഹം സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അത് കൂടുതൽ ശ്രദ്ധിക്കുകയും അതിലെന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് പൊതുവെ ടെലിവിഷൻ ജേർണലിസ്റ്റിന് എതിരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. സാധാരണ ഗതിയിൽ പഴയ കാലത്തെ PS ജോണിൻ്റെയൊക്കെ കാലത്തെ മാധ്യമപ്രവർത്തനവും ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനവും തമ്മിൽ കാതലായ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നൊരു പക്ഷേ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒരുപക്ഷെ ക്ലാഷിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്ക് മാധ്യമപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന ബന്ധം കുറച്ചുകൂടി ജൈവകൃഷി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ജൈവമായ ബന്ധമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഞാനിന്ന് പ്രധാനമായും ആ ജൈവബന്ധത്തെക്കുറിച്ചും ആ ജൈവബന്ധത്തിൻ്റെ ഉത്തമ നിദർശനമായി എങ്ങനെയാണ് PS ജോൺ നിങ്ങളുടെ മുമ്പിൽ നിന്നതും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ശ്രീ AK ആൻ്റണിയുടെ കാര്യത്തിൽ തന്നെ നേരത്തെ ഈ ജൈവബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ബന്ധമാണ്. അതിനകത്തൊരു കോസ്മെറ്റിക് ബന്ധമല്ല, ഒരു കെമിക്കൽ ബന്ധമല്ല. ആദ്യകാലത്ത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം
പത്രപ്രവർത്തകരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും തോളുരുമയാണ് കഴിഞ്ഞു പോകുന്നത്. നിഖിൽ ചക്രവർത്തിയെ പോലുള്ള പത്രപ്രവർത്തകർക്ക് ഏതാണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും അതേ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. അവരേതാണ്ട് ഒരേപോലെയാണ് കഴിഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു പിന്തുലം തലമുറക്കാരായി ഇവിടെയും കുറേ ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ തന്നെ ഗുരുവായ ശ്രീ KR ചുമാറും തിരുവനന്തപുരത്തുണ്ടായിരുന്നു, വിജയരാഘവൻ, കേരളകൗമുദിയിലെ രവി, ശ്രീ രാമചന്ദ്രൻ, KC സെബാസ്റ്റ്യൻ, അങ്ങനെ KG പരമേശ്വരൻ നായർ, PC സുകുമാരൻ നായർ, അങ്ങനെ ഒരു വലിയ തലമുറ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീ PS ജോണും തരിയനെയും പോലെയുള്ള കുറേ ആളുകൾ ഇവിടെയും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ബന്ധം ഒരു തരത്തിലൊരു ജൈവ ബന്ധമായിരുന്നു. ഞാൻ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ജൈവ ബന്ധമായിരുന്നു. ശ്രീ AK ആൻ്റണിയുമായി നമുക്ക് എത്ര അടുപ്പമുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് വാർത്തയ്ക്ക് പോലും നയാ പൈസയുടെ ഉപകാരം ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. കാരണം എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഭയങ്കരമായ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ടെലിവിഷൻ ജേർണലിസ്റ്റിലൊക്കെ ആയതിനു ശേഷം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പോലും നമ്മളുടെ നൈസർഗികമായ കുസൃതി കൊണ്ട് ഏതെങ്കിലും ഒരു ലീഡിങ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഘട്ടത്തിൽ ആ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം അത് തിരിച്ചറിയുകയും എന്തായാലും ഇവൻ ഈ ഒരു പത്രപ്രവർത്തകരുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ്, എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും, അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ഉപദ്രവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയില്ല എന്ന് ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ശ്രീ AK ആൻ്റണി. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളായിരുന്നു കേരളം നിറയെ എങ്കിൽ മിക്കവാറുമുള്ള പത്രസ്ഥാപനങ്ങളും ടെലിവിഷൻ ചാനലുകളും പൂട്ടിപ്പോകുമായിരുന്നു. അത് പക്ഷേ അതിന് മുമ്പത്തെ കാലത്ത് PS ജോണിൻ്റെയൊക്കെ കാലത്തെ പത്രപ്രവർത്തനത്തെ ഇപ്പോഴും വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് അദ്ദേഹം പോലും കാണുന്നത്. അതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതിൽ ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ഇപ്പോൾ GV തോമസിനെ പോലെയുള്ള ആളുകളും അതിനുശേഷം വന്ന പല നേതാക്കളും ഒന്നും ഈ വാർത്തയുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു അകൽച്ച പാലിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ്. അതിൽ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണത്. ഇപ്പോൾ എല്ലാ നേതാക്കളുമായിട്ടും ഇവർക്ക് പല അടുപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയോ ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയോ ചെയ്താൽ പോലും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ആ വാർത്ത ഉടൻ തന്നെ ഒരു വിസ്ഫോടനമായ ഒരു ബ്രേക്കിംഗ് ന്യൂസായി അവർ കൊടുക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നില്ല. കാരണം തിരിച്ച് അവർ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ രൂപപ്പെടുത്തുകയും പിന്നീട് ഒരു വാർത്ത വരുമ്പോൾ ഈ ഉൾക്കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വാർത്ത നന്നായി കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. അതിനാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻപുട്സ് അവർ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. കരുണാകരൻ്റെ സമയത്തും അദ്ദേഹത്തിന് നൈസർഗികമായ ചില കുസൃതികൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് കരുണാകരൻ്റെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം കരുണാകരൻ ധനകാര്യ വകുപ്പ് ആർക്ക് കൊടുക്കും എന്നുള്ള സംശയവും വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലീഡറോട് ചോദിച്ചു, ആർക്കായിരിക്കും ലീഡർ ഇത് കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പം പല പേരുകളാണ് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ CV പത്മരാജന് ഇത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനിത് റിപ്പോർട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാനത് കൊടുത്തോട്ടെ, ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി എന്നുള്ള നിലയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കൊടുത്തോ, എന്നിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു തന്നു. മുഖ്യമന്ത്രിയോട് അടുത്ത കേന്ദ്രങ്ങൾ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത കേന്ദ്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത കേന്ദ്രം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ഒരുപാട് വാർത്തകൾ PS ജോണിൻ്റെ തലമുറയ്ക്ക് നേതാക്കൾ തന്നെ കൈമാറിയിരുന്നു. അത് ആ പരസ്പര വിശ്വാസത്തിൻ്റെ ഭാഗമായി വന്നതാണ്. അത് PS ജോൺ സാറിനെ പോലെയുള്ളവർക്ക് ആ സ്വാതന്ത്ര്യം 100% അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് വളരെ അടുത്ത് പരിചയം, കാരണം ഞാൻ ഇവിടത്തേക്കാൾ കൂടുതൽ ഞാൻ തിരുവനന്തപുരം PS ജോൺ പുരസ്കാര വിതരണം, അതിൻ്റെ ചടങ്ങിൻ്റെ തത്സമയ ആണ് നമ്മൾ കണ്ടത്.